ഇന്ത്യ സഖ്യം ഏതാണ്ട് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ 3 പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഉള്ളത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒറ്റ പാർട്ടിയേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണെന്നുള്ളത്. ജെ.ഡി.യു, ടി.എം.സി, എ.എ.പി, ഡി.എം.കെ, എ.ഡി.കെ, എച്ച്.എം, സമാജ്വാദി പാർട്ടി, എൻ.സി.പി അടക്കമുള്ള എല്ലാ സഖ്യങ്ങളും എല്ലാ പാർട്ടികളും ഈ സഖ്യം വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആർ.ജെ.ഡി, എൻ.സി, നാഷണൽ കോൺഫറൻസ് എന്ന് പറയും. നാഷണൽ കോൺഫറൻസും ആർ.ജെ.ഡിയും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. നാഷണൽ കോൺഫറൻസിന് ആവശ്യമില്ല. ആർ.ജെ.ഡി ആണെങ്കിൽ ഉടക്കിലുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിം ലീഗ് മാത്രമാണ് കോൺഗ്രസിൻ്റെ കൂട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ അപ്പാടെ ലീഗ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, ലീഗിന് മറ്റേ കോൺഗ്രസിനെ സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും വിഴുങ്ങാം. കാരണം ഇത്രയൊരു കഴിവുകെട്ട നേതൃത്വം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കഴിവുകെട്ട നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ. രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കാണിച്ചു കണ്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുടെ കൂടെ നിന്ന് മത്സരിച്ച് 5 സീറ്റ് വാങ്ങിച്ച് ജയിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. ആ കോൺഗ്രസിൻ്റെ ആളുകൾ അവർക്ക് അവസാനം എന്താ ഉണ്ടായത്? അവർക്ക് കോൺഗ്രസ്സുകാർക്ക് മന്ത്രിമാരാവണം. ഈ കേരളത്തിലെ പോലെ തന്നെയാണ് തമിഴ്നാട്ടിലും കോൺഗ്രസ്സുകാർ. അപ്പോൾ അവർക്ക് 2 മന്ത്രിസ്ഥാനങ്ങളും കിട്ടണം. 5 MLA ആകെ ഉള്ളൂ. അത് 2 പേർക്കെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടണം. ഈ മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങളെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ച DMKയെ ചതിച്ചു പോയവരാണ് കോൺഗ്രസ്സുകാർ. ആ ചതിക്ക് നേതൃത്വം കൊടുക്കുന്നത് സാധാരണ കോൺഗ്രസ്സുകാരല്ല. നിങ്ങൾ ചതിക്ക് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് നേതൃത്വം കൊടുക്കുന്നത്. കുതിരക്കച്ചവടക്കാരാണ് ഇയാള്. ആ കുതിരക്കച്ചവടക്കാരനായിട്ടിരിക്കുന്ന സാധാരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷനൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ വല്ല പട്ടയയിലൊക്കെ പോകുന്ന ആളാ. ഇത്തവണ ഇയാൾ പോകാതിരാതെ കത്ത് നിന്നത് ഈ പറയുന്ന തമിഴ്നാട്ടിൽ വന്ന് ഇതിനകത്ത് ഇയാൾ എത്ര രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ട വിഷയം. ഈ വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ്സുകാരായിരിക്കുന്ന 5 പേരുടെ പിന്തുണ വിജയിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഇയാൾ കോടികളാണ് കോൺഗ്രസ്സുകാർ കൈപ്പറ്റിയിരിക്കുന്നത്. അത് ആര് കൈപ്പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ കൈപ്പറ്റിയെന്നുള്ള വസ്തുത തന്നെയാണ്. അങ്ങനെ കൈപ്പറ്റിക്കൊണ്ട് ദീർഘകാലമായിട്ട് തങ്ങളുടെ മുന്നണിയിലുള്ള DMKയെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാലിൻ്റെ പലപ്പോഴും നമുക്കറിയാമല്ലോ, സ്റ്റാലിൻ്റെ വിടുവായത്തരം പലപ്പോഴും ഹിന്ദുക്കൾക്കെതിരായിട്ടാണ്, ഹിന്ദുക്കളുടെ സനാതന ധർമ്മത്തിനെതിരായിട്ടാണ്, ഹൈന്ദവ ധർമ്മത്തിനെതിരായിട്ട് അങ്ങനെ പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്ന സ്റ്റാലിനെതിരായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതി. ആ സ്റ്റാലിനെതിരായിട്ടുള്ള വിധിയെഴുത്ത്, ആ വിധിയെഴുത്തിൻ്റെ ഏറ്റവും വലിയ തിക്താനുഭവം അനുഭവിച്ചത് മറ്റുള്ള എല്ലാ മുന്നണികളും അനുഭവിച്ചിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധി ആ സമയത്ത് എവിടെയായിരുന്നു? ഇയാൾ ആകെ ശ്രമം നടത്തിയത് ഇലക്ഷൻ മുമ്പായിട്ട് ഇയാൾ വിജയായിട്ട് സഖ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി. വിജയ് അതിനെ അംഗീകരിച്ചില്ല. അങ്ങനെ നിവൃത്തികെട്ട് കഴിവുകെട്ട ഒരു നേതൃത്വമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ കോൺഗ്രസിൻ്റെ കഴിവുകെട്ട നേതൃത്വത്തിന് പ്രധാനപ്പെട്ട ആളുകൾ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ അമ്മയുടെ താളത്തിന് തുള്ളുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഈ ഖാർഗെക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വേണം ആരെങ്കിലും പിടിക്കേണ്ടി വരും. അങ്ങനെ പിടിച്ചു പോകേണ്ട ശാരീരിക അസ്വസ്ഥതകളുള്ള, പ്രായാധിക്യമുള്ള, ബുദ്ധിമാന്യം സംഭവിച്ചിരിക്കുന്ന നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. ഈ ഖാർഗെയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇഷ്ടം പോലെ ചെയ്യണം, ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കണം, ഒരുപാട് പണം ഉണ്ടാക്കണം. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയുടെ പേര് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ആ മുന്നണിയുടെ പേരെന്താ? INDI അലയൻസ് എന്നാണ് പേര്. അതിന് പിന്നെ എങ്ങനെ ഇന്ത്യ മുന്നണി എന്ന് പറയാം? ഇത് കേരളത്തിൽ മലയാള മനോരമ വിളിക്കും, അല്ലെങ്കിൽ മാതൃഭൂമി വിളിക്കും. കാരണം ഈ തരത്തിൽപ്പെട്ട പത്രങ്ങൾക്കെല്ലാവർക്കും കൃത്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ചില പത്രമാധ്യമങ്ങൾ വിളിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എങ്ങനെ ഈ മുന്നണി എന്നുള്ളതിന് പേര് അലയൻസ് ആണ് അതിൻ്റെ ഇംഗ്ലീഷ്. പിന്നെ എങ്ങനെ ഇവർ ഇന്ത്യ മുന്നണി എങ്ങനെയാവാ? അപ്പം ഈ നമ്മൾ സാധാരണ പറയല്ലേ, അഭിപ്രായ വ്യത്യാസത്തിന് അജഗജാന്തര വ്യത്യാസം എന്നൊക്കെ പറയും. ഈ തരത്തിൽ മണ്ടത്തരമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഘടകകക്ഷികൾ ഓരോരുത്തരായിട്ട് അവർ പിരിഞ്ഞുപോയി. അതിന് കാരണം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരത്തിന് കൂട്ടുപിടിക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിരുന്ന ഫറൂഖ് അബ്ദുള്ള, അതേപോലെ തന്നെ കാശ്മീർ ഘടകം, അവരെല്ലാവരും നാഷണൽ കോൺഫറൻസ് തീരുമാനിച്ചത് അവരും അഖിലേഷ് യാദവൊക്കെ ഒരു 3ാം മുന്നണിക്കാണ് അവർ താല്പര്യമെടുത്തത്. ആ 3ാം മുന്നണിയിൽ നിന്ന് ഇവരെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് സ്റ്റാലിൻ. ആ പറയുന്ന സ്റ്റാലിനെ പോലും വഞ്ചിക്കാൻ വേണ്ടിയിട്ട് മടിയില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ ഒരു വലിയൊരു വഞ്ചനയാണ് ഇന്ത്യ മുന്നണി. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലത്തും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ ചരിത്രമാണ്. കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാരെ പോലും വഞ്ചിച്ചിട്ടുണ്ട്. ഞാൻ പറയല്ലോ, സാധാരണ ആദ്യത്തെ പ്രധാനമന്ത്രി മത്സരത്തിനകത്ത് 1946 നടന്ന സമയത്ത് പണ്ഡിറ്റ് നെഹ്റുവും അതുപോലെ തന്നെ സർദാർ പട്ടേലും കൂടിയായിരുന്നു മത്സരം. പട്ടേലാണ് ജയിച്ചത്. പട്ടേലിന് 12 വോട്ട് കിട്ടിയപ്പോൾ ഇയാൾക്ക് നെഹ്റുവിന് കിട്ടിയ വട്ടപൂജ്യമാണ്. ആ വട്ടപൂജ്യക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് മഹാത്മാഗാന്ധിയുടെ താല്പര്യപ്രകാരം. അങ്ങനെയുള്ള അന്ന് തുടങ്ങിയിരിക്കുന്ന വഞ്ചനയുടെ ചരിത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. കോൺഗ്രസ് എക്കാലത്തും ജനവിരുദ്ധമായുള്ള നടപടികളുടെ കൂടിയാണ്.
അങ്ങനെ ജനവിരുദ്ധമായ നടപടികളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുണ്ടാക്കുന്ന മുന്നണികളെല്ലാം തന്നെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനല്ല, ഭാരതത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഘടകകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് അവരോട് കൂടെ നിൽക്കുന്ന ഒരാള് അത് മുസ്ലിം ലീഗാണ്. അതൊരു സ്വാഭാവികമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ, ആ സമയത്ത് വരെ കോൺഗ്രസ്സുകാരും ഇവര് പാകിസ്ഥാൻ രൂപീകരണം നടക്കുന്ന ജിന്നി അടങ്ങുന്ന ആളുകളുള്ള ബന്ധം പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നല്ലോ 1923 ഇയാൾ ഷൗക്കത്ത് അലി. ആ ഷൗക്കത്ത് അലിയാണ് 1930 ലീഗിന്റെ പ്രസിഡന്റ് ആവുന്നത്. എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാലും ഒന്ന് പച്ചയാണ്, മറ്റേ ത്രിവർണം വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സാധനത്തിന് ത്രിവർണം വച്ചതിനൊന്നും വലിയൊരു പാരമ്പര്യം ഇവരെ സംബന്ധിച്ചില്ല. ഇന്ന് കോൺഗ്രസിലുള്ള ആളുകള്, രാഹുൽ ഗാന്ധിയുടെ കുടുംബം അടക്കമുള്ള ആളുകള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരുടെ പങ്കന്വേഷിക്കേണ്ടതാണ്. ഇവർക്കൊരു പങ്കുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് യാതൊരു പങ്കുമില്ല. ഇവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചവരാണ്. 1969 ഇവരുടെ ജന്മം ഉണ്ടാവുന്നത്. അത് ഇന്ദിരാഗാന്ധി ആരംഭിച്ച കോൺഗ്രസിന്റെ തുടർച്ചയാണ് ഇവര്. ഇവർക്ക് മഹാത്മാഗാന്ധിയായിട്ട് ബന്ധമില്ല, ഇവർക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിട്ട് ബന്ധമില്ല, ഇവർക്ക് സർദാർ പട്ടേലായിട്ട് ബന്ധമില്ല, ഇവർക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസായിട്ട് ബന്ധമില്ല. ഇവർക്ക് ആകെയുള്ള ബന്ധം ഇറ്റലിയിലുള്ള ചില ആളുകളായിട്ട് മാത്രമുള്ള ബന്ധമാണ് ഇന്നിപ്പോൾ നിലവിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ തെറ്റിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇവരെ ഇവരല്ലല്ലോ തീരുമാനിക്കുന്നത്. ചില വിദേശ ശക്തികളുടെ ആശയങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാര്. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഒരു ബാധ്യസ്ഥരേയല്ല. ഇപ്പൊ നമുക്കറിയാലോ, ഇവർ അധികാരത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കും. അങ്ങനെ കൂട്ടുപിടിക്കുന്ന സമയത്താണ് സ്റ്റാലിനെ കൈവിടാൻ ഇവർക്ക് മടിയില്ല. ഇവര് വിജയുടെ കൂടെ പോകാൻ ഇവർക്ക് യാതൊരു മടിയില്ല. സ്റ്റാലിനെ കൈവിട്ട് വിജയുടെ കൂടെ പോയപ്പോഴത്തേക്കും ഇവർ കേരളത്തിൽ ഒരു മാധ്യമങ്ങൾ പോലും പറഞ്ഞില്ല ഇത് കുതിരക്കച്ചവടമാണെന്ന്. അത് മതേതര സഖ്യ രൂപീകരണവും, ഇനി BJP ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഒരു പുതിയ സഖ്യം രൂപീകരിക്കുകയാണെങ്കിൽ അത് കുതിരക്കച്ചവടമാണ്. അപ്പൊ ആ സമയത്ത് അതിന്റെ താമര ഓപ്പറേഷൻ എന്നൊക്കെ പേര് വിളിക്കും, ഓപ്പറേഷൻ കബർ എന്നൊക്കെ വിളിക്കും. അതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് പണം വാങ്ങിച്ചിട്ട് വാർത്ത കൊടുക്കാത്ത പെയ്ഡ് ന്യൂസ് അല്ലാത്തൊരു വാർത്ത ഏത് പത്രത്തിലുള്ളേ? പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും വരുന്നത് പെയ്ഡ് ന്യൂസുകളാണ്. ഈ പെയ്ഡ് ന്യൂസുകൾ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പരസ്യത്തിന്റെ അർത്ഥമുള്ളൂ. ആകെയുള്ളത് ഈ പത്രവാർത്തയുടെ കൂട്ടത്തിൽ ഒരു ഷെയ്ഡ് കൊടുക്കേണ്ടതായിരുന്നു സത്യത്തില്. കാരണം മഞ്ഞ ഷെയ്ഡ് കൊടുക്കേണ്ടതാണ്. മലയാള മനോരമയിലും മാതൃഭൂമിയിലും തുടങ്ങിയിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ വരുന്ന വാർത്തകൾ മഞ്ഞ ഷെയ്ഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. ഇവരുടെ പ്രധാനപ്പെട്ട എല്ലാവരും പണം വാങ്ങിക്കുന്നവരാണ്. പണം വാങ്ങിച്ച് എഡിറ്റോറിയലുകൾ എഴുതുന്നു, പണം വാങ്ങിച്ച് വാർത്തകൾ കൊടുക്കുന്നു. അങ്ങനെ ഇവർ ഇന്ത്യ മുന്നണി സംരക്ഷിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. TV ചാനലുകൾ ചിലത് മഞ്ഞയിൽ എഴുതി കാണിക്കുന്നത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. കാരണം ഇവരെല്ലാം മഞ്ഞയെ കാണിക്കേണ്ടതാണ്. ശരിക്കും ഈ പത്രത്തിന്റെ നിറം ഇന്നത്തേക്ക് ഇവർ വെള്ളയിൽ കൊടുക്കാൻ പാടില്ല, ഇവർ മഞ്ഞയില കൊടുക്കേണ്ടത്. ഇവർ പണം വാങ്ങിക്കുന്നവരല്ലേ. ഈ പണം വാങ്ങിക്കുന്നതിന് കാരണം ഇവരുടെ പത്രധർമ്മം എവിടെയാ പത്രധർമ്മം ഉള്ളത്? ഇവിടുത്തെ ഏത് പത്രത്തിന്റെ നേതാവാണ്, ഏത് പത്രത്തിന്റെ പത്രാധിപരാണ് ഇവിടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്? ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത് പണത്തിന്റെ ധർമ്മമാണ്. ഈ പണം വാങ്ങിക്കുന്നത്, ഞാൻ ചില ചാനലുകളെ കുറിച്ച് പറയാറുണ്ട്, ഈ ചാനലുകാരെങ്ങനെ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുക? ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ലക്ഷം രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലാണോ? ഇത് വലിയൊരു കുതിരക്കച്ചവടത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് 10 ലക്ഷവും 5 ലക്ഷവും 3 ലക്ഷവും 6 ലക്ഷവും ഒക്കെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയത് ഏകദേശം ഏഷ്യാനെറ്റുകാര് മറ്റേ ഇയാൾക്ക് ജോൺ ബ്രിട്ടാസിനെ കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഏർപ്പാടാണ്. അതിനുശേഷം 3 ലക്ഷം 4 ലക്ഷത്തിന്റെ കഥകൾ കേട്ടു തുടങ്ങിയത്. ഈ തരത്തിൽപ്പെട്ട കുതിരക്കച്ചവടങ്ങൾ നടക്കുന്നത് ധാർമ്മിക വിരുദ്ധമാണ്, ധാർമ്മികതയ്ക്കെതിരാണ്. ഇത് തന്നെയാണ് ഇന്ത്യൻ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും താല്പര്യത്തിന്റെ സംരക്ഷണാർത്ഥം ഇന്ത്യ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് അവരിന്നിപ്പോൾ അവരുടെ കൂടെയുള്ള വേറെ ആരും അവരുടെ കൂടെ ഇന്നിപ്പില്ല. ആകെ അവശേഷിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ്. അതും 234 സീറ്റുമായിട്ട് 2024 ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ 186 സീറ്റായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത്ര കുറഞ്ഞിട്ടുണ്ട് അവര്. കാരണം കുറയാതിരിക്കുന്ന വൃത്തിയില്ല. ആത്മാഭിമാനമുള്ള, അന്തസ്സുള്ള, തൻ്റെ ഇടമുള്ള ഒരുത്തനും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ സാധ്യമല്ല. ഇപ്പൊ കേരളത്തിൽ ഞാൻ വേറെ പറയുന്നില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിലടക്കം ഇവരെ കഴിവുകേടുകൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ സാധാരണ ഒരു അഭിമാനമുള്ളവരും അതിനകത്ത് തുടരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.